ഷെയ്ൻ നിഗത്തിന് കേരളത്തിലെ സിനിമാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്ക് ഏർപ്പെടുത്തി. ഷെയ്നുമായി ഇനി സഹകരിക്കില്ലെന്ന് സിനിമാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജിത്ത് പറഞ്ഞു. അഭിനയിച്ചിരുന്ന സിനിമകളുടെ നഷ്ടം ഷെയ്ൻ നികത്തുന്നതുവരെ സഹകരിക്കില്ല. വെയിൽ, കുർബാനി സിനിമകൾ ഉപേക്ഷിച്ചതായും രഞ്ജിത്ത് പറഞ്ഞു. ഈ രണ്ട് സിനിമകൾ ഉപേക്ഷിക്കാൻ ഈ സിനിമകൾ ഞങ്ങൾക്കിനി വേണ്ട. നിലപാടിൽ മാറ്റമുണ്ടാകില്ല. അതുകൊണ്ട് ഇതിന്റെ നഷ്ടം എന്ന് നികത്തുന്നോ അല്ലെങ്കിൽ നഷ്ടം മുഴുവൻ എന്ന് തിരിച്ചു തരുന്നോ അതിനുശേഷമല്ലാതെ മലയാളത്തിൽ ഒരു സിനിമകൾ നിർമ്മിക്കാൻ ഞങ്ങളുടെ നിർമ്മാതാക്കൾ ഉണ്ടാവില്ല. ഷെയ്ൻ നിഗം സിനിമാ ലൊക്കേഷനുകളിൽ വ്യാപകമായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ടെന്ന് സിനിമാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഷെയ്ൻ നിഗത്തിന്റെ കാരവാൻ പരിശോധിച്ച് കണ്ടെത്തണം. മലയാള സിനിമയിലെ പുതുതലമുറയിൽപ്പെട്ട ചിലർ ലൊക്കേഷനുകളിൽ പോലും LSD ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും സിനിമാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജിത്ത് പറഞ്ഞു. ലൊക്കേഷൻ വരത്തില്ല, കറക്റ്റായിട്ട് വരുന്നില്ല. ഇതൊന്നും ഒരു പരാതി പറഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇവരാരും സ്വബോധത്തോടെ അല്ലല്ലോ. സ്വബോധത്തോടെ ഒരാളും ചെയ്യുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. വളരെ പച്ചക്ക് പറഞ്ഞ കഞ്ചാവ് മാത്രമല്ല ഇന്ന് ലഹരി മരുന്ന് എന്ന് പറയുന്നു. കഞ്ചാവ് എന്ന് പറയുന്ന സാധനം പുകച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മണം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ പുക കൊണ്ടോട്ടോ ആൾക്കാർക്ക് തിരിച്ചറിവുണ്ടാവും. ഇത് തീർച്ചയായിട്ടും LSD പോലെയുള്ള സാധനങ്ങൾ ഒരു നിരീക്ഷണത്തിലും നമുക്ക് കണ്ടെടുക്കും. ഞങ്ങൾ ഉണ്ടെന്ന് പറയാൻ ആധികാരികമായിട്ട് ഞങ്ങളാരും ഇത് ഉപയോഗിക്കാത്തവരാ. ഞങ്ങളെങ്ങനെ പറയും അവരായിട്ട് പോയിരുന്ന് ഇതൊന്നും എൻജോയ് ചെയ്യാത്ത ആൾക്കാരായിട്ട് ഞങ്ങളെങ്ങനെ പറയും അതുണ്ടെന്നുള്ളത്? ഞങ്ങൾ സംശയിക്കുന്നു. തലമുറയിലെ എല്ലാരും ഉദ്ദേശത്തിലാട്ടോ. അതാ പറഞ്ഞല്ലോ, ഉപയോഗിക്കുന്നവർ മാത്രം വിഷമിച്ചാൽ മതി, മതിക്കാത്തവർ വിഷമിക്കണം. അതിവിടെ എടുത്തു പറയുകയാണ്. വിവരങ്ങളുമായി ലാൽ കൃഷ്ണൻ ചേരുന്നു. ലാൽ, വളരെ കർശനമായൊരു നിലപാടിലേക്കാണല്ലോ ഇപ്പോൾ നിർമ്മാതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം വളരെ ഗൗരവമുള്ള ആരോപണം, പുതുതലമുറയിലെ നടന്മാർ ലഹരി വസ്തുക്കൾ സെറ്റുകളിൽ പോലും ഉപയോഗിക്കുന്നു എന്നതിന് അക്കാര്യത്തിൽ പേരുകൾ കൂടി അവർ പരസ്യമായി പറയാൻ പക്ഷേ തയ്യാറാകുന്നില്ലല്ലോ. കഴിഞ്ഞ 90 വർഷമായി ചലച്ചിത്ര മേഖലയിൽ, മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രമുഖ താരങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള മോശം പെരുമാറ്റമാണ് ഷെയ്ൻ നിഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. പലപ്പോഴും ചലച്ചിത്ര രംഗത്തെ ഉള്ള പല ലൊക്കേഷനുകളിലേക്കും ഷെയ്ൻ എത്താൻ തയ്യാറാകുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് താരസംഘടനയായ അമ്മയുടെ പ്രതിനിധികളെ അടക്കം വിളിച്ചിരുത്തി വിഷയത്തിൽ കൃത്യമായൊരു ചർച്ച നടത്തുകയും പുതിയൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തത്. എന്നാൽ കരാർ വച്ചതിന് ശേഷം പോലും ചിത്രീകരണവുമായി സഹകരിക്കുന്ന നിലപാടിൽ ഷെയ്ൻ നിഗം പോയില്ല. മാത്രമല്ല, മറ്റ് ചിത്രങ്ങളിലെ ലൊക്കേഷനുകളിലേക്ക് എത്തുന്നതിനും ഷെയ്ൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പണം മുടക്കി ചിത്രം പിടിക്കുന്നവനെ കളിയാക്കുന്ന തരത്തിലാണ് പ്രതിഷേധം എന്ന പേരിൽ തലയിലെ മുടിയും അതോടൊപ്പം തന്നെ ഷേവും ചെയ്ത പ്രഹസനങ്ങൾ നടത്തുന്നത്. ഇതിന് പ്രതിഷേധം എന്ന് പറയുമ്പോൾ കാശ് നഷ്ടപ്പെടുന്നവൻ്റെ വേദന മനസ്സിലാക്കാൻ താരം തയ്യാറാകുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 ചിത്രങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രൊഡ്യൂസർമാർ എത്തിയത്. ഇതോടൊപ്പം തന്നെ നിലവിൽ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഉല്ലാസം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയിൽ മാന്യതയുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഡബ്ബിങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം നിലവിൽ നിർത്തിവെക്കേണ്ടി വന്ന 2 ചിത്രങ്ങളുടെയും നഷ്ടപരിഹാരം നൽകിയതിനു ശേഷം മാത്രം ഷെയ്നുമായി സഹകരിക്കാമെന്നുള്ള നിലപാടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയം നിലവിൽ സഹകരിക്കാൻ തയ്യാറല്ല കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നുള്ള വിഷയം ഇതര ഭാഷയുടെ പ്രൊഡ്യൂസർമാരുടെ സംഘടനയെയും അറിയിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് താരത്തെ നിയന്ത്രിക്കുന്നത് സ്വബോധത്തോടെയുള്ള താരത്തിൻ്റെ മനസ്സല്ല, മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പുതുതലമുറയിലെ ചില താരങ്ങൾ സ്വബോധത്തോടെയല്ല പെരുമാറുന്നത്. ചിത്രത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ പോലും പലപ്പോഴും ഇവർ സ്വബോധത്തോടെയല്ല. ഫിലിം ഇൻഡസ്ട്രിയുടെ പല മേഖലയിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ വ്യാപകമാണ് എന്നുള്ളത് രഹസ്യവും പരസ്യവുമായിരിക്കുന്ന ഒരു വെളിപാടിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറാകുന്നില്ല. റോട്ടിലും മറ്റും എക്സൈസ് വ്യാപകമായ പരിശോധന നടത്തുമ്പോഴും ഈ പ്രമുഖ താരങ്ങളുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താരങ്ങളുടെയോ ചിത്രീകരണ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ക്യാരവനുകളിലോ പരിശോധന നടത്താൻ ഇവർ തയ്യാറാകണമെന്നും ഇതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊപ്പം വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. വിവരങ്ങളാണ് ലാൽ കൃഷ്ണൻ നൽകിയത്.